യുദ്ധഭൂമിയിൽ ഒരു പുതിയ പഠനമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം കുഞ്ഞുണ്ണി ഷെഫ്. കൂട്ടത്തില് ഹെഡ് ഷെഫായിട്ടുള്ള സാൻഡി ബാൻഡി മണത്ത് നോക്കിയതിന് ശേഷം ഉപ്പൊക്കെ ഇല്ല എന്ന് പറയുന്നുണ്ട്. തമ്പുരാനറിയാം. നല്ല ഒന്നാന്തരം ഉണക്ക കപ്പ തിളപ്പിക്കാനിടുന്നത് നമ്മുടെ സ്വന്തം കുഞ്ഞിസ് പാപ്പി. അങ്ങനെ ഈ കപ്പയും കൂട്ടരും ചേർന്നിട്ടുണ്ടേ ഇവിടെ മൊത്തം ഒരു മേളാങ്കുവാന്നേ. ഇങ്ങനെ നല്ല ചൊക്കാന്നിരിക്കുന്ന ബീഫിന്റെ സൈഡിലുള്ള നെയ്യും പശലൊക്കെ ഇങ്ങനെ ചെത്തിയെടുത്ത് പിന്നെ നല്ല ഒന്നാന്തരം വാരിയല്ലും മുഴനെഞ്ചും എല്ലാം കൂടി കൂട്ടി മിക്സ് ചെയ്ത് നല്ല ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ വീട്ടിൽ തന്നെ അരച്ചുണ്ടാക്കിയ സ്പെഷ്യൽ മസാലക്കൂട്ടുകളും ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു കുഴക്കൽ അങ്ങോട്ട് കുഴച്ച് ഇത് കുറച്ചു നേരം കുക്കറിലിട്ട് അങ്ങോട്ട് വേവിക്കണം. ആ സമയം നമുക്കൊരു പാട്ടും പാടിയിരിക്കാം. നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാരും ഉണ്ടാക്കി തരുന്ന വറുത്തരച്ച് പൊടിച്ച ഗരം മസാലയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ വറുത്തരച്ച നല്ല ഒന്നാന്തരം വരെ കപ്പ ബിരിയാണി. അതിൻ്റെ കൂടെ നല്ല ചക്കിലാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണയും കൂടിയൊക്കെ ചേർത്ത് ആ കുക്കറിലിട്ട് അങ്ങനെ ഇങ്ങോട്ട് തിളപ്പിക്കണം. നല്ല ഒന്നാന്തരം മസാലയിലും നെയ്യിലൊക്കെ നീറി വെന്ത് വന്നാൽ ഈ എല്ലും കപ്പയും കഴിക്കാൻ വേണ്ടി ഇവരെ പോലെ തന്നെ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു പൂതി തോന്നില്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരോടും കൂടി കോഴിക്കോട് കപ്പയും കൂട്ടരെന്ന് പറഞ്ഞ് ഒരു കടയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കപ്പ മാത്രമല്ല കപ്പയുടെ കൂടെ നല്ല ഞണ്ട് റോസ്റ്റും താറാവ് റോസ്റ്റും വരെ ഇറക്കി നമ്മൾ പരിപാടി ഉസാറാക്കും. ഇതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ട്.